ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുഹൈൽ അരികര. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിൽക്കുന്നത് ദമാമിലെ അൽഖോബാറിൽ ദേ കാണുന്നു പ്രിൻസ് ഫൈസൽ ബിൻ സഹദ് സീ പാർക്കിൻ്റെ ഫ്രണ്ടിലാട്ടിൽ. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ദമാമിൽ വരുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കറങ്ങി, പക്ഷേ നമുക്ക് നല്ലൊരു സ്പോട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനൊരു പാർക്ക് കാണുന്നത്. അപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് പോയി നോക്കാം. അത് ആൾക്കാർ ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോന്നിട്ടുണ്ട്. അതേ കൂടി ഇവിടെ അതേ നല്ല രീതിക്ക് ഒരു ഫ്രെയിം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ലവ് കോബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റേ ഐ ലവ് ഊട്ടി, ഐ ലവ് കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇതിൻ്റെ മെയിൻ സ്പോട്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി എന്തൊക്കെ ഉള്ളതെന്നുള്ളത്. ഇവിടെ ഒരു ചെരിഞ്ഞ ബിൽഡിങ്, ചെരിഞ്ഞ നല്ലൊരു ഒരു വേവ് സൈസിൽ ഇതാ ഒരു ബിൽഡിങ്. ഒന്നുമില്ല, ജസ്റ്റ് രണ്ട് മെയിൻ ഗേറ്റാണ്. ഇവിടെ ഒന്നുമുണ്ട്, ഇവിടെ ഒന്നുമുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ നമുക്ക് നടന്നു പോകാനുള്ള വഴി. നല്ലൊരു അടിപൊളി വ്യൂ കിട്ടില്ല. ഇതൊക്കെ നൈറ്റ് ചിലപ്പോൾ എനിക്ക് കാണാൻ നല്ല രസം ഉണ്ടാവും ഈ വ്യൂ കാണാൻ. ഈ ഒരു ഏരിയ അത്യാവശ്യം കാണാനൊന്നുമില്ല, അല്ലെങ്കിൽ കൂടുതൽ കാഴ്ചകളും കാണാനൊന്നുമില്ല. അത്യാവശ്യം റിലാക്സ് ആയിട്ട് നടക്കാനും എക്സസൈസ് ചെയ്യാനും റിലാക്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. സെൻട്രലിൽ അത് മെയിനായിട്ട് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട്, ഒരു പൂള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നടക്കാനുള്ള വഴി ഇതൊക്കെ ആയിട്ട് സെൻട്രലിൽ നമ്മുടെ കോർണിശ്വര വെള്ളം കയറിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഗാർഡൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സെൻട്രലിൽ നല്ല രീതിക്ക് പല സൈഡിലും പല വെറൈറ്റി പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അതേ അറബിയിൽ എന്തൊക്കെയോ ഒരു ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താ സംഭവം എന്നാവത്. ഇതൊന്നും കൂടി വ്യൂ സെറ്റ് എനിക്കൊന്ന് നൈറ്റ് ടൈമാട്ടെ. നൈറ്റ് ടൈമാണ് സമയത്ത് ഒന്നുകൂടി വ്യൂ സെറ്റപ്പ് ആയിക്കാരം. കാരണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുകാണ്ട് ഈ ഒരു ഏരിയ കാണാൻ ഒന്നുകൂടി ലുക്ക് ഉണ്ടാവും. പോയി നോക്കാം നമുക്ക്. മേലക്ക് ഇങ്ങനെ കാര്യം വെക്കാം. കാരണം ഏതായാലും ഇവിടെ വരെ വന്നാണ് നമ്മൾ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഇല്ലെന്ന് മാക്സിമം നോക്കാം നമുക്ക്. ഇതിൻ്റെ മേൽഭാഗത്ത് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയായിട്ടില്ല. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു വ്യൂ. ഇവിടെയൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു രാത്രി ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫയർ വർക്ക് പോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം കണ്ടിട്ട് ആ ഒരു ഫീലാണുള്ളത്. നമ്മളിവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഏകദേശം ഇങ്ങനെ നടക്കാല വഴി തന്നിട്ടില്ല. ഏകദേശം എല്ലാ ഭാഗവും ഇങ്ങനെ നടക്കാല വഴിയാണ്. പിന്നെ ഇരിക്കാല വഴിയും ഈത്തപ്പന വെച്ച് സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റ്. നമുക്കിതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോയേക്കാം. അവിടെ അത്യാവശ്യം വള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളെ ബീച്ച് പോലത്തെ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ വലിയൊരു ഗ്രൗണ്ട് ആയിട്ടില്ല ഇവിടെ. ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് അത്യാവശ്യം ഫാമിലീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടിയൊക്കെ കൂടി കളിക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ഗ്രൗണ്ട്. ഈ രാത്രി ഇവിടെ എന്തൊക്കെ നടക്കുന്നുള്ളൊരു ഐഡിയ ഇല്ല. കാരണം ഇരുന്ന് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുമെന്നുള്ളതും ഒരു ഐഡിയ ഇല്ല. കാരണം ഇതിൻ്റെ ചുറ്റുഭാഗം വെള്ളമാണിത്. വെള്ളം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലൂടെ നമുക്ക് നടക്കാലമായി. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് രണ്ട് സ്ഥലം ഈത്തപ്പനൊക്കെ വെച്ച് നല്ല സെറ്റ് സ്ഥലം. അപ്പോൾ രാത്രി ടൈം അതുപോലെ തണുപ്പ് ടൈമിലൊക്കെ ഇതിൻ്റെ അകത്തേക്ക് നല്ല വൈബായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ വന്ന ടൈം ഉച്ച ടൈം കറക്റ്റ് 11-12 മണിയാണ്. അപ്പോൾ അതിൻ്റേതായ വെയിലും പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗം നമുക്കിങ്ങനെ പോയി നോക്കട്ടില്ല. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് എന്താ ഇല്ലെന്നില്ല കറക്റ്റ് ഐഡിയ ഇല്ല. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ദമാം ഈ സ്ഥലത്ത് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് കാണുന്നത് ബഹ്റൈനിലോട്ട് പോണ പാലാണ്. ഇവിടെ നമുക്ക് നടക്കാല വഴി, അപ്പുറത്ത് വെള്ളം, ഇതിൻ്റെ ഇടയിൽ ഇരിക്കാല സൗകര്യങ്ങൾ. ഇവിടെ ഇത് കുറച്ച് ഹൈറ്റിലാണ്, ആ ഭാഗം കുറച്ച് താഴ്ചയിലാണ്. രണ്ട് ലെവലിലായിട്ട് നിർത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് വെള്ളത്തിൽ അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയകൾ. അതിൻ്റെ ഇടയിൽ സൈക്കിൾ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല സെറ്റപ്പ് സൈക്കിൾ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റോറം നല്ല രീതിക്ക് പൂക്കളൊക്കെ വെച്ചിട്ടാണ് നല്ല രീതിക്ക് ഡിസൈൻ ചെയ്ത് നല്ല വൃത്തി ഉണ്ടിട്ടില്ല. ഈ ഏരിയ നല്ല അടിപൊളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ ഏരിയക്ക് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ താഴത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. അങ്ങനെ നീട്ടി വലിച്ച് നടക്കട്ടില്ല, അത് ഭയങ്കര രസമാണ്. ഈ സൈഡ് കടൽ, ഈ സൈഡിൽ നമുക്ക് നടക്കാല വഴി. ആ സൈഡിൽ സൈക്കിൾ ട്രാക്ക്, അതിൻ്റെ അപ്പുറത്ത് റണ്ണിങ് ട്രാക്ക്, അതിൻ്റെ അപ്പുറത്ത് ഫ്ലവർ വെച്ചിങ്ങാണ്ട് ഈ ഏരിയ ഫുള്ള് ഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലൂടെ ആ വ്യൂ ഭയങ്കര ഉണ്ട്. നല്ല രസമായിട്ട് ആ വ്യൂ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഉച്ച ടൈമിൽ ഈ ടൈമിൽ നടക്കാൻ അത്ര വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കണം. എല്ലാം കിട്ടിക്കണോ നോക്കാം നമുക്ക്. ഇവിടെ മീൻ പിടിച്ചുകൊണ്ട് വെക്കാനിട്ടില്ലേ. ഒരു നല്ല പരിപാടിയായിട്ടില്ലേ. അവിടെ എറിയും ചെയ്തിക്കുക, ഇവിടെ എറിഞ്ഞിട്ടും ചെയ്തിക്കുക. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ എറിഞ്ഞിട്ട് കേട്ടില്ലേ. അങ്ങനെ നമ്മൾ ഏകദേശം വട്ടം ചുറ്റി അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. കാഴ്ച ഈ ഒരു കാഴ്ച മാത്രം. ഇങ്ങനെ നടക്കുക. അതുകൊണ്ടില്ല ഈ താറാവ് വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് കിരക്കേരിക്കുക, തണുത്തിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പ്ലേ ഏരിയ ഉണ്ട്, ചെറിയ രീതിയിൽ സെറ്റാക്കിയത്. ഇവിടുന്ന് നമ്മൾ നീങ്ങട്ടില്ല. നമ്മൾ നേരെ വണ്ടി കയറിയിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കണം. അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് നേരെ നീങ്ങുമ്പോൾ നല്ല വെയിലുണ്ടിട്ടില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇവിടെ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല, അത്യാവശ്യം ചെറിയൊരു കാഴ്ചകൾ. നമുക്ക് രാത്രി ടൈമിങ്ങിൽ ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കാനും സൈക്ലിങ്ങിനും റണ്ണിങ് ട്രാക്കിനും എക്സസൈസിനൊക്കെ ഉള്ള ചെറിയൊരു ഏരിയ. അത്യാവശ്യം കാണാൻ നല്ല വ്യൂ ഉള്ളൊരു ഏരിയ.
അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് വിടാം. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ വിടുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചോദിച്ചപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.